ഒന്നാം തീയതി വിഷുവേല കണ്ടവർ ഈ വീഡിയോ കണ്ടോളൂ. ഇത് പരുത്തിപ്പള്ളി ചെരാങ്കുളങ്ങര വിഷുവേലയാണ്. ഒരു 5 മണിയാകുമ്പോൾ തന്നെ വേലപ്പറമ്പെത്തി. നമുക്ക് ബന്ധുക്കാരുള്ള കാരണമാണ് ഞാൻ അവിടെ എത്തുന്നത്. ഏകദേശം ഒരു 10 കൊല്ലത്തോളമായി, 10ാം കൊല്ലമാണ് ഈ കൊല്ലം. കല്യാണം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ വേല കാണാൻ വരുന്നത്. കോട്ടായ പരുത്തിപ്പള്ളി പറഞ്ഞ് എല്ലാവർക്കും അറിയും. നല്ല കലക്കം പരിപാടിയാണ് വിഷുവേല. ഒരു 10-20 വേലയും ഉണ്ടാവും. വേലകളൊക്കെ വരുന്നുള്ളൂ. ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയൊരു പഞ്ചവാദ്യം നടന്നുകൊണ്ടിരിക്കുകയാണ്. തിരക്കില്ലാണ്ട് ഭഗവതി ഞാൻ തൊഴാൻ വേണ്ടി നേരത്തെ കാലത്ത് എത്തിയതാണ്. അല്ലെങ്കിൽ അങ്ങനെ 7 മണിയാകാണ്ടൊന്നും എത്തില്ല. ഇന്ന് ദിവസം തന്നെയാണ് വലിയമ്മക്കാവ്, പാവളിയാവ് വലിയമ്മക്കാവിലും വിഷുവേല. അവിടെ കുറച്ച് നേരം കണ്ടിട്ട് അതിന് ശേഷമാണ് ഇങ്ങോട്ട് വന്നത്. വേലകളൊക്കെ വരുമ്പോഴേക്കും അമ്പലത്തിൻ്റെ പരിസരത്തൊക്കെ ഒന്ന് വീഡിയോ ഒക്കെ എടുത്ത് സെറ്റാകാൻ വേണ്ടി വന്നതാണ്. ഒരാഴ്ചയോളം പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു, സ്റ്റേജ് പ്രോഗ്രാം ഇന്നലെ വരെ. ഞങ്ങൾ വരുന്ന വഴിയിലുള്ള വീഡിയോ ആണ്. നല്ല ബ്ലോക്കിൽ പെട്ടോട്ടോ. ഏകദേശം 1 മണിക്കൂറോളം ബ്ലോക്കിൽ പെട്ടുള്ളൂ നേരത്തെ വന്ന കാരണം. വൈകി വന്നാണെങ്കിൽ കുറേ നേരം പെട്ടുണ്ടാവും. അപ്പോൾ വരുന്ന വഴിയുള്ള വേലകളാണിത്. കോട്ടയിൽ നിന്നാണ് ഇവരൊക്കെ വരുന്നത്. എല്ലാം തമ്പോലം ടീമുകളാണ്. കലക്കം പരിപാടിയാണ് ഈ ഭാഗത്ത് കാണുന്നത്. എല്ലാ കൊല്ലം ഞാൻ മിസ് ചെയ്യാണ്ട് ഈ വേല കാണാൻ വരുന്നുണ്ട്. ഇന്നിത്തിരി നേരത്തെ വന്നു, അതാണ് പ്രത്യേകത. വണ്ടി നിർത്തി നോക്കാനുള്ള സൗകര്യമൊന്നുമില്ല. വണ്ടി ഒരു ലോങ് കൊണ്ട് നിർത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പോണത്. ഏകദേശം ഈസ്റ്റ് പരുത്തിപ്പള്ളിൻ്റെ സ്ഥലത്താണ് ഈ പരിപാടി ഇപ്പോൾ എത്തിയിരിക്കുന്നത്. 7-8 മണിയാകുമ്പോഴേക്ക് ഈ ഭാഗത്തുള്ള വേലകളൊക്കെ കാവ് കയറും. അപ്പോഴും വേറെ ഭാഗത്തു നിന്നുള്ള വേല കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോണത്. ഈ ഭാഗത്തു നിന്ന് ഒരു ആനയാണ് ഞാൻ കണ്ടത്. തിരക്കിപ്പെടേണ്ടല്ല അവൻ്റെ വേഗം മുക്കും. അടുത്തോലും വേല കണ്ടവരൊക്കെ ഈ 1-ാം തീയതി വിഷു പണി കണ്ടതിന് ശേഷം നേരെ ഈ ഭാഗത്ത് വന്നാൽ മതി. പരുത്തിപ്പള്ളി, കോട്ടായ പരുത്തിപ്പള്ളി വന്ന എല്ലാവർക്കും അറിയുന്നതാണ്. നല്ല കലക്കം പരിപാടിയാണ്. വലിയമ്മക്കാവിലും വേലയുണ്ട്, വിഷു വേല. നല്ല ചന്തമുള്ള കാളകൾ. ഇപ്പോൾ തൽക്കാലം ഞാൻ അതിൽ വീഡിയോ എടുക്കാൻ നിന്നില്ല. വണ്ടി ബ്ലോക്കിൽ പെട്ടാലും വണ്ടി വേഗം മുറ്റം ഓർന്നു. എല്ലാ വേലയിലും ഡ്രസ് കോഡുകളുള്ള കാരണം എല്ലാ വേലയ്ക്കും ഉണ്ടായിട്ടാണ് ഞാൻ കണ്ട ഒരു ആന. ആദ്യം കണ്ട ആനയാണ്. ഒക്കെ ഞങ്ങൾ അമ്പലം എത്തി. അമ്പലം തിരക്ക് വരുന്നുള്ളൂ, കണ്ടില്ല. ഇന്നലെ വരെ ഈ പരിസരത്തൊക്കെ നല്ല വേലേൻ്റെ ഭാഗമായിട്ടുള്ള ഗാനമേളകളും മിമിക്രികളും ആടമേളകളൊക്കെ ഉണ്ടായിരുന്നു. കാണാനൊന്നും പറ്റിയില്ല. ലോങ്ങിൽ വന്നു പോകാൻ പറ്റില്ല. എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 10-20 കിലോമീറ്റർ ഉണ്ട് അവിടേക്ക്. ചെറിയ തോതിൽ തിരക്കുള്ളൂ. നേരത്തെ വന്നു കഴിഞ്ഞാൽ ഈ തിരക്കില്ലാണ്ടൊക്കെ നമുക്ക് ഉള്ളിൽ വന്നിട്ട് ഇങ്ങനെയൊക്കെ നിൽക്കാം. 7-8 മണിയൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ഈ പരിസരത്തേക്ക് വരാൻ പറ്റില്ല. വന്നാലും ഇങ്ങനെ ഒരു ഓരത്ത് നിൽക്കാനേ പറ്റുള്ളൂ. ഇതാണ് ഒരു ആനപ്പന്തൽ കണ്ടത്. ആനപ്പന്തലിൻ്റെ പരിസരത്ത് ഞാൻ വെടിക്കെട്ടൊക്കെ ഒഴിച്ച് വെച്ചിരിക്കുന്നത്. ഞങ്ങൾ അവിടെ നിന്നാണ് വെടിക്കെട്ടൊക്കെ ഉള്ളത്. ചെറുതായിട്ട് 2 ദേശക്കാരൻ്റെ വെടിക്കെട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇതൊരു ദേശക്കാരൻ്റെയാണ്. പിന്നെ വേറെ ദേശക്കാരൻ്റെ ഒരു നേരത്തെ പൊട്ടും, ഒരു 7-7:30 പൊട്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ മേഞ്ഞ് ഞങ്ങൾ മെല്ലെ നടന്നു. അതൊക്കെ ഞങ്ങൾ വേറെ ഭാഗത്തൊന്നും വേല വരുന്നുണ്ട്. അവിടെ കാണാൻ വേണ്ടി അങ്ങോട്ട് പോയതാണ്. നമ്മുടെ പള്ളിമുക്കിലാണ് ഈ വേല നിൽക്കുന്നത്. പള്ളിമുക്ക് ഭാഗത്തു നിന്നാണ് ഉള്ള ബാക്കി വേല വരുന്നത്. ഏകദേശം അവിടെ നിന്ന് ഒരു 10, ഇവിടുന്ന് ഒരു 10 ഉണ്ടെന്നാണ് എൻ്റെ കണക്ക് കൂട്ടുള്ളത്. അടിപൊളി പരിപാടി, DJ പരിപാടി വിത്ത് ഡാൻസ്, കലക്കം പരിപാടിയാണ്. പുതിയ ടീമാണ് തോന്നുന്നത്. കഴിഞ്ഞ കാലം വേറെ ടീം പോലെ തോന്നിയത്. ഇപ്പോൾ ഇപ്രാവശ്യം നല്ല ഡാൻസൊക്കെ കാണിക്കുന്നു. ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി മായനും കൂട്ടിക്കൊണ്ട് വരുന്നത്. ഹനുമാൻ്റെ കൂടെ നിൽക്കാൻ വേണ്ടി ആൾ കേട്ടില്ല. മുരുവിൻ്റെ കൂടെ നിൽക്കാൻ വേണ്ടി നിന്നു. ഓണവഴിയിൽ ഓരോ വേലകളാണ് ഞങ്ങളുടെ പുതിയ പരിപാടി. ഒരവിടെ നിന്നിട്ട് ഒരു വേലയും കണ്ടില്ല. അവിടെ നിന്ന് ആ തലയ്ക്ക് നടക്കും ഒരു 1/2 കിലോമീറ്റർ. അവിടെ നിന്ന് ഈ തലയ്ക്ക് ഒരു 1/2 കിലോമീറ്റർ എന്നൊക്കെ. അതിൽ വിശപ്പ് വരുന്ന പറഞ്ഞപ്പോൾ ഒരു ചായയൊക്കെ വാങ്ങിക്കൊടുത്തു ആൾക്ക്.
റെസ്റ്റ് ടൈമാണ് ഞങ്ങൾ പിന്നെ ഒരു ഓംലേറ്റ് വെച്ച്, ബ്രെഡ് ഓംലേറ്റ്. തൽക്കാലം വിശപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ ഏകദേശം 10 മണിയാവുമല്ലോ. ബ്രെഡ് ഓംലേറ്റൊക്കെ കഴിച്ചു. വീണ്ടും അമ്പലത്തിൻ്റെ പരിസരത്തേക്ക് വന്നപ്പോഴേക്കും അമ്പലത്തിൽ ഒരു ആന വന്ന് എഴുന്നേൽപ്പ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കുറച്ച് നേരം കണ്ടുകൊണ്ടിരുന്നു. ഏകദേശം തിരക്കായി അമ്പലത്തിൽ. ഒരു 7-8 മണിയാകുമ്പോഴേക്കും നല്ല തിരക്കായി. അങ്ങനെ നടക്കൽ തന്നെ പണി, ഒരു ഭാഗത്ത് നിന്നൊന്നുമില്ല. അമ്പലം ചുറ്റി തന്നെ ഇങ്ങനെ ഓരോ ദേശക്കാരൻ്റെ വേല വരുമ്പോഴായിട്ട് കൂടെ ഇങ്ങനെ പോവുക, കുറച്ച് നേരം അവിടെ നിൽക്കുക. ഇതാണ് ഞങ്ങളുടെ പണി. ഈ അമ്പലത്തിൻ്റെ ബാക്ക് വാസത്തായി പാടത്താണ് വെടിക്കെട്ടൊക്കെ നടക്കുന്നത്. നല്ല വെടിക്കെട്ടാണ് ഉണ്ടായിരുന്നത്. ഒരു പ്രത്യേകതയാണ്. കൂട്ടൊക്കെയാണ് നമുക്ക് വളരെ ഇഷ്ടമായത്. അതൊക്കെ കഴിഞ്ഞ് അമ്പലത്തിൻ്റെ പരിസരത്ത് നിൽക്കുന്ന ഇതാണ്ട ഈ ഒരു അടിപൊളി പരിപാടിയുണ്ട്. നമ്മുടെ മൺമറിഞ്ഞു പോയ ജയൻചേട്ടൻ്റെ ഒരു അടിപൊളി പാട്ടായിരുന്നു. ഭാര്യ വരണ എന്തിനാണ് ഈ പാട്ടൊക്കെ ഇവരിങ്ങനെ വെക്കുന്നതെന്നാണ്. അപ്പോൾ ജയനെക്കുറിച്ച് അവർക്ക് വ്യക്തമായ അറിവൊന്നും ഇല്ല എന്നാണ് തോന്നുന്നത്. ഞാൻ പറഞ്ഞു വെളിയിലൊന്നും ഈ കാര്യം മണ്ടണ്ട, ജയൻ്റെ ആരാധകർ ശരിക്കും പറഞ്ഞാൽ കളിച്ചു കയറും പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള പാട്ടുകളൊക്കെ നമ്മൾ കാണേണ്ടത്. ശരിക്കും കാള വരുമ്പോൾ തന്നെ ജയൻചേട്ടൻ്റെ ഒരു അടിപൊളി പാട്ടായിരുന്നു അത്. പരിപാടി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ദേശക്കാരൻ്റെ വെടിക്കെട്ടൊക്കെ പൊട്ടി. അത് കുറേ നേരം അവിടെ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നു. ഈ വെടിക്കെട്ട് കാണുമ്പോൾ 7-8 മണിയായി. നല്ല നല്ല പരിപാടി കാണാൻ വന്നപ്പോൾ അങ്ങനെ പെട്ടെന്ന് വെടിക്കെട്ട് കണ്ടാണ്. കുറേ നേരം അങ്ങനെ വെടിക്കെട്ട് നോക്കി നിന്നു. അത് കഴിഞ്ഞ് വീണ്ടും അവരുടെ പരിപാടി തുടങ്ങി. അടിപൊളി ഡിസ്കോ ഡാൻസ്. ഇയാളുടെ പേര് ഞാൻ മറന്നു ശരിക്കും പറഞ്ഞാൽ, എന്താണെന്ന് എനിക്കൊരു ഓർമ്മയില്ല. ഡാൻസ് കളിക്കുന്നതില്ല. അറിയണവരൊന്ന് കമൻറ്റ് ചെയ്യണേ, മറന്നതാണ്. അത് കഴിഞ്ഞ് വീണ്ടും അമ്പലത്തിൻ്റെ അടുത്ത് പോയി വേല കാണാൻ. കുറച്ച് നേരം വേല കണ്ടു. കാളവേല വന്നപ്പോൾ അതിൻ്റെ കൂടെ നമ്മുടെ എഴുന്നള്ളിപ്പ് കണ്ടു. പിന്നെ വീണ്ടും വെളിയിലേക്ക് വന്ന റോഡിലേക്ക്. അപ്പോഴൊരു വേല കാവ് കയറാൻ നിൽക്കുന്നുണ്ട്, പൂക്കാവടി. ഇത് കുറേ നേരം നോക്കി നിന്നു. കിട്ടായതുകൊണ്ട് നല്ല കളർഫുൾ പരിപാടിയായി. അമ്പലവും പരിസരമൊക്കെ DJ ലൈറ്റ് കുറച്ചാണെങ്കിലും നല്ല ചന്തം ഉണ്ടായിരുന്നു. വേല കണ്ടവർ അടുത്തുപോലെ എല്ലാ ദിവസവും 1-ാം തീയതി, എല്ലാ വർഷവും 1-ാം തീയതി ഇവിടെ എത്തുക. വിഷു കഴിഞ്ഞ് കൈനീട്ടമൊക്കെ വാങ്ങിയിട്ട് നല്ല അടിപൊളി പരിപാടിയൊക്കെ കാണാം. നല്ല ചന്തമുള്ള കാളകൾ, നല്ല കളർഫുള്ളായിട്ടുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് മെല്ലെ ഇറങ്ങി. അമ്പലത്തിൻ്റെ പരിസരത്ത് മെല്ലെ ഇറങ്ങി. വേലകളൊക്കെ ഓരോന്ന് തിരക്ക് വരാൻ തുടങ്ങി. പിന്നെ നമുക്ക് എന്തെങ്കിലും വാങ്ങിയാലോ കണ്ട് പ്ലാൻ ചെയ്തു. വേലകൾ ഓരോന്ന് പറഞ്ഞാൽ വരാൻ തുടങ്ങിയില്ല. ഇപ്പം എന്തെങ്കിലും വാങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ്ടില്ല. കുറച്ച് കമ്മൽ വാങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഒരു നല്ലൊരു കമ്മലെടുത്തു. കമ്മൽ വാങ്ങുമ്പോൾ ഒന്നും പറയേണ്ടാവുന്ന ആൾക്കൊരു ഐസ്ക്രീം വാങ്ങിക്കൊടുത്തത്. അത് കഴിഞ്ഞ് വീണ്ടും വീട്ടിലേക്കുള്ള യാത്രയായി. പോകുമ്പോൾ ഓരോ വേലയായിട്ട് ഇങ്ങനെ അടിച്ച് പൊളിച്ച് കസറക്കൊണ്ട് വരികയാണ്.
എല്ലാം ഓരോ യൂണിഫോമാണ് കണ്ടില്ലേ. നാസിക് ഡോള്, താമ്പോലം, പാൻറ് സെറ്റ്, ശിങ്കാരിമേളം, പൂക്കാവടി, അങ്ങനെ കുറേ പരിപാടി. വീണ്ടും അതേ ഡാൻസുകാർ വാങ്ങാണ്ടും വന്നു. അടിപൊളി പാട്ടുമായിട്ട് കണ്ടു കഴിഞ്ഞാൽ അവൻ്റെ കൂടെ തന്നെ പോകാൻ തോന്നും. പക്ഷേ എല്ലാ വേലയും കാണേണ്ട അവൻ്റെ കൂടെ ഒന്നും നിന്നില്ല. കാണുമ്പോൾ കുറച്ച് നേരം വീഡിയോ എടുത്തു. കാണാൻ വന്ന ദേശവേല. ഇതിൻ്റെ അവിടെയാണ് വിരുന്ന് വന്നത്. ഈ ദേശക്കാരൻ്റെ അവിടെ ഒരേ യൂണിഫോം കോഡാണ്. കണ്ടില്ല, കളിച്ച് കസറിട്ട് വരികയാണ് എല്ലാവരും. ഹായ്. കുറച്ച് നേരം അതിന് സപ്പോർട്ട് ചെയ്യുമ്പോൾ അവിടെ നിന്നു. അമ്പലം എത്താറായില്ലേ. എല്ലാവരും നല്ല ആർപ്പ് വിളിയോടുകൂടിയാണ് വേല കൊണ്ടുവരുന്നത്. ഞങ്ങൾ വേല കണ്ട് മതിയാക്കി ഇങ്ങനെ നടക്കാൻ തുടങ്ങി. വെടിക്കെട്ട് കാണാനല്ല പറഞ്ഞപ്പോൾ ആൾക്കും മകനെ ഉറക്കം എന്ന് പറഞ്ഞപ്പോൾ വെടിക്കെട്ട് കാണാൻ ഇങ്ങനെ 10 മണി വരെയൊക്കെ നിന്നു. 10 മണിയായിട്ട് വെടിക്കെട്ട് പൊട്ടിയില്ല. എല്ലാം നടന്ന് വീടെത്തി. ഏകദേശം വെടിക്കെട്ട് പോകുമ്പോൾ ഒരു 10:30, 10:45, 11 മണി ആയി തോന്നുന്നു. ഇന്നത്തെ വേലേൻ്റെ വിശേഷങ്ങൾ അതാണ്. അപ്പോൾ അടുത്ത പോലെ ആരും മറക്കണ്ട. 1-ാം തീയതി കഴിഞ്ഞാൽ വിഷുവേലയ്ക്ക് കോട്ടായി പരുത്തിപ്പുള്ളിയിലൊക്കെ എത്തുക. നല്ല കലക്കം പരിപാടിയാണ്. കോട്ടായി വന്നിട്ട് ചോദിച്ചാൽ മതി.